SGPSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ 3rd ലെവൽ പ്രിലിംസ് എക്സാമിന്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ എക്സ്പെക്ടഡ് കട്ട് ഓഫ് ഏകദേശം 50 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് പൈസകളെ അടിസ്ഥാനപ്പെടുത്തിയേ നമുക്ക് ഇത് താരതമ്യപ്പെട്ടായിരിക്കും ഇവർ മെയിൻസിന് വേണ്ട ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാം. എന്നാലും എക്സ്പെക്ടഡ് 50 മാർക്കോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഡച്ച് ശക്തിയെക്കുറിച്ച് ഇനി പറയുന്നവർ ശരി ഏതാണ്? 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ കോട്ടകൾ ശക്തിപ്പെടുത്തുന്ന ഡച്ചുകാർ സഹായം ചെയ്തു. ഡച്ചുകാർ തദ്ദേശ ബിഷപ്പുകാരനായ ഇട്ടി അച്യുതന്റെ സഹായത്തോടെ ഹോർത്തൂസ് മലബാർക്കസ് തയ്യാറായി. ഏതൊക്കെയാണ് ശരി? ഒന്നുമാണ് ശരി. 2. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ സ്ഥാപിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് 2C ആണ്, അതായത് വേലുക്കുട്ടി അരയൻ. ഇനി പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് സമയത്ത് കസ്തൂർബ ഗാന്ധിയും രാജഗോപാലാചാരിയും ക്ഷേത്രപ്രവേശനത്തെ പിന്തുണച്ച് സജീവമായ പ്രൊപ്പഗണ്ട നടത്തി. പയ്യന്നൂരിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ കെ കേളപ്പൻ നേതൃപരമായ പങ്കുവഹിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ വൈക്കം AKG ആയിരുന്നു. ഇതിൽ ഉത്തരം ഓപ്ഷൻ A ആണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ അല്ല AKG. ഇനി മുഗൾ കാലഘട്ടത്തിലെ രാജാ തോഡർമാലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? 4. ഓപ്ഷൻ B സബദി സിസ്റ്റം. ഓപ്ഷൻ B. 5. 1717 മുഗൾ ചക്രവർത്തിയായ ഫറൂഖ് ഷായുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച് ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? 5. ഓപ്ഷൻ A ആണ്, ജോൺ സർമാൻ. 6. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് വ്യക്തമായി നിർവചിച്ചത് 6. D ആണ്, കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ അധികാര പരിധി. സെൻട്രൽ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളുടെ അധികാര പരിധിയാണ്. 7. മദ്രാസ് ലേബർ യൂണിയൻ അറിയാവുന്നത് BP വാഡിയ. ഓപ്ഷൻ C. തോമസ് ജെഫേഴ്സൺ സഹസ്ഥാപകനായ രാഷ്ട്രീയ പാർട്ടി. 8. D ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ്. ഓപ്ഷൻ D. 9. എന്താണ് ഈ തേർഡ് എസ്റ്റേറ്റ്സ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘുലേഖ? തേർഡ് എസ്റ്റേറ്റ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘുലേഖ എഴുതിയത് ആരാണ്? 9. ഓപ്ഷൻ D അബ്സിയസ് ആണ്. 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഡാഷ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമാണ് നികുതി അടച്ചിരുന്നത്. ഏതാണ് 3ാമത്തെ എസ്റ്റേറ്റ്? ഓപ്ഷൻ A. ഗൾഫ് സ്ട്രീം താഴെ പറയുന്നതിൽ ഏത് സമുദ്രത്തിലുള്ള ഒരു ചൂടുള്ള സമുദ്ര പ്രവാഹമാണ്? 11. ഓപ്ഷൻ A അറ്റ്ലാന്റിക്. താഴെ പറയുന്നവർ ഏറ്റവും ചെറിയ സ്കെയിലിൽ വെച്ച് വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതൊക്കെയാണ്? 12. ഓപ്ഷൻ D അറ്റ്ലസുകൾ. 13. താഴെ പറയുന്ന ഉപദ്വീപ് നദി ഏതാണ്? 13. ഓപ്ഷൻ B ആണ്, ഗോദാവരിയാണ് ഉപദ്വീപീയ നദി. 14. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കുന്ന ഊർജത്തിന്റെ രൂപം അല്ലാത്തത്? അത് ആണവോർജമാണ്. ബാക്കിയെല്ലാം പുനരുപയോഗിക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഏതാണ്? ദി ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്. റാൻ ഓഫ് കച്ച് ഗുജറാത്തിലെ. ആദ്യത്തെയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. 16. സ്ഥിരവിലയുള്ള GDPയിലെ വർധനവ് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു? 16. ഓപ്ഷൻ C ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ GDPയിലെ വർധനവിനെ സൂചിപ്പിക്കുന്നു. 17. ഇനി പറയുന്നവയിൽ ഏതാണ് സർക്കാരിന്റെ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗമല്ലാത്തത്? 17. ഓപ്ഷൻ B കാർഷിക സംഭരണ വിലകളുടെ വർധനവ്, തൊഴിലില്ലായ്മ പെൻഷനിലെ വർധനവ്, വ്യക്തിഗത ആദായ നികുതി നിരക്കിലെ വർധനവ്, വിവിധ പെൻഷനിലെ വർധനവ്. ഇതെല്ലാം സർക്കാരിന്റെ ഈ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗമാണ്, പക്ഷെ ഇത് ഭാഗമല്ല. 18. GDP ഡിഫോൾട്ടർ ഏത് അനുപാതത്തെയാണ് ചിത്രീകരിക്കുന്നത്? 18. ഓപ്ഷൻ D ആണ്, നാമമാത്ര GDPയിൽ നിന്ന് യഥാർത്ഥ GDPയിലേക്ക്. 19. വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നതിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? 19. ഓപ്ഷൻ A ആണ്, MNRGE ആണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആണ്. 19. 20. ഇനി പറയുന്നവയിൽ ഏതാണ് മൂലധന വിപണിയിലെ ഒരു ഉപകരണം? 20. ഓപ്ഷൻ B 10 വർഷത്തെ കാലാവധിയുള്ള ഒരു സർക്കാർ ബോണ്ട്. 21. എക്സിക്യൂട്ടീവിന്മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിലുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇനി പറയുന്നവരിൽ ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? 21. B ആണ്, അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു. 22. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ആശയം
പ്രാഥമികമായി ഇവയെ സൂചിപ്പിക്കുന്നു. 22 ഓപ്ഷൻ സി ആണ്. വൈവിധ്യമാർന്ന ഭരണപരമായ റോളുകൾ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ സർവീസുകാർ. 23 ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിനെ ഏറ്റവും നന്നായി ന്യായീകരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഉത്തരവ് അല്ലെങ്കിൽ ഏതാണെന്നുള്ളതാണ്. 23 ഓപ്ഷൻ സി സ്ഥാനപരമായ ഉത്തരവാദിത്തം. 24 ഈ ജനാധിപത്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? 24 ഓപ്ഷൻ എ ആണ്. അവ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും സമാഹരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. 25 മനുഷ്യാവകാശങ്ങളെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും എന്തായതിനാലാണ്? ഓപ്ഷൻ ബി ആണ്. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. 26 ഏത് മതത്തിലെ സേവന ജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കേൽ കുമാരഗുരു, നല്ല ക്വസ്റ്റ്യൻ, കുമാരഗുരു PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചത്? ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ. ഓപ്ഷൻ ഡി. താഴെ പറയുന്നതിൽ ഏത് രാജ്യത്തിന്റെ അഭിലാഷ പദ്ധതിയായിരുന്നു OBOR? 27 ഓപ്ഷൻ ഡി ചൈനയാണ്. 28 അണ്ണാ ഹസാരെ ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അഴിമതി വിരുദ്ധ പ്രസ്ഥാനം. 29 താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണഘടന 11ാം ഷെഡ്യൂളിൽ വരുന്നത്? 29 ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയല്ല. ദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി, സാമൂഹിക വനവൽക്കരണം, സമൂഹ ആസ്തികളുടെ പരിപാലനം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. 30 ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? 30 സി ആണ്. കറുപ്പ് ഉൽപാദനം. ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എല്ലാം കറുപ്പ് ഉൽപാദനം. 31 ഇവയിൽ താളിയിൽ താനം. 31 നല്ല ക്വസ്റ്റ്യൻ. താളിയിൽ താനം രേവതി പട്ടത്താനം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം രചിച്ചിട്ടുള്ളത് ആരുടെ പേരിലാണ്? ആരുടെ പേരിലാണ് മലയാളത്തിൽ? 32ാമത്തെ ചോദ്യമാണ്. 32ാമത്തെ ചോദ്യം ആരുടെ പേരിലായിരിക്കും? ശ്രീനാരായണ ഗുരു. 33 ആധുനിക ഒളിമ്പിക് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക് പതാകയുടെ ആശയ രൂപീകരണവും രൂപകൽപ്പന ഏത് പ്രമുഖ വ്യക്തിയുടെ പേരിലാണ്? പിയറി ഡി കുബർട്ടിൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ദിലീപ് ട്രോഫി. ഓപ്ഷൻ സി ക്രിക്കറ്റ്. 35 ഇനി പറയുന്ന പ്രസ്താവന നോക്കുക. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ ആണ് പുരുഷന്മാരുടെ ഹോക്കി ഏഷ്യ കപ്പ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഹോക്കി ടൂർണമെന്റാണ് പുരുഷ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി. പ്രൊഫഷണൽ ഗോൾഫിലെ ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റാണ് ഏഷ്യ കപ്പ്. 35 ഓപ്ഷൻ ബി രണ്ടാമത്. 1ഉം 2ഉം മാത്രമാണ്. ഗോൾഫിലെ അന്താരാഷ്ട്ര ടൂർണമെന്റ് അല്ല ഏഷ്യ കപ്പ്. അടുത്ത തപോമയുടെ അച്ഛൻ. 36 വായിക്കുന്നില്ല. ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം മാത്രം. രണ്ടാമത്തെയും മൂന്നാമത്തെയും മാത്രം. 37 ചരിത്ര. 37 ഓപ്ഷൻ സി ആണ്. 37 ഓപ്ഷൻ സി ആണ്. 38 ഓപ്ഷൻ ബി രണ്ടാമത്തെ. 1ഉം 2ഉം മാത്രം. 39 ഓപ്ഷൻ ബി രണ്ടാമത്തത്. 40 ഇനി പറയുന്ന ശാസ്താവിന് ക്ഷേത്രമില്ലാതെ. 40 ഓപ്ഷൻ ഡി ആണ്. കൊട്ടിയൂർ ക്ഷേത്രം. 41 സൈബർ സ്റ്റോക്കിംഗ്. സ്റ്റോക്കിംഗ് മീൻസ് ഹരാസിംഗ്. ഓപ്ഷൻ എ ആണ്. 41 നമ്മൾ കഴിഞ്ഞ തവണ ഈ ഇടയ്ക്ക് എടുത്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 42ഉം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങൾ പ്ലാറ്റ്ഫോം സിസ്റ്റം സോഫ്റ്റ്വെയർ നൽകുന്നു. 1ഉം 3ഉം മാത്രം. 43 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് 43. 44 ഓപ്ഷൻ ബി രണ്ടാമത്. ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. 45 ഓപ്ഷൻ എ ആണ്. അസർഷനും അതിന്റെ റീസണും ഒക്കെ ശരിയാണ്. 46 STIP പ്രകാരം. 46 ഓപ്ഷൻ എ ആണ്. 47 ഓപ്ഷൻ എ ആദ്യത്തേതാണ്. 48 ഓപ്ഷൻ ബി ആണ്. 49 ഓപ്ഷൻ എ ആണ്. 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക. 49. 50 DRDO രൂപീകരണവുമായി ബന്ധപ്പെട്ട്. 50 ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. 51 ഓപ്ഷൻ എ. 52 ഓപ്ഷൻ 52ഉം ഓപ്ഷൻ എ തന്നെയാണ്. 53 ഓപ്ഷൻ സി. 54 ഓപ്ഷൻ ബി രണ്ടാമത്തത്. 54 ഓപ്ഷൻ ബി രണ്ടാമത്തത്. 55 ഓപ്ഷൻ ഡി ആണ്. 56 ഓപ്ഷൻ സി. 57 ഓപ്ഷൻ സി ആണ്. 49 50 പൈ 4950 പൈ. 58 ഓപ്ഷൻ സി തന്നെ. 59 ഓപ്ഷൻ സി. 60 ഓപ്ഷൻ ഡി ലാസ്റ്റ് 2. 61 ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല.
62 ഇതിൽ 9 വരാനും സാധ്യതയുണ്ട്. 9 62 മുകളിൽ പറഞ്ഞവയല്ല, 9 ആണ് ഉത്തരം. 62 ഓപ്ഷൻ ബി ആണ്. 63 ഓപ്ഷൻ ഡി. 64 ഓപ്ഷൻ ബി രണ്ടാമത്തത്. 65 ഓപ്ഷൻ സി ആണ്. 66 ഓപ്ഷൻ സി ആണ്. 67 ഓപ്ഷൻ എ ആണ്. 68 ഓപ്ഷൻ സി. 69 ഓപ്ഷൻ സി. 70 ഓപ്ഷൻ ഡി ലാസ്റ്റ്. 71 ഹൗ എഫിഷ്യൻ്റ്ലി. ഹൗ തുടങ്ങിയതുകൊണ്ട് 71ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി. 72 ഓപ്ഷൻ ഡി. 73 നെയ്തർ നോർ. 73 ഓപ്ഷൻ എ ആണ്. 74 ഓപ്ഷൻ എ ആണ് ഷാൽ വി. 75 ഓപ്ഷൻ ബി രണ്ടാമത്തത്. 76 ഓപ്ഷൻ ബി. 77 ഓപ്ഷൻ സി. 78 ഓപ്ഷൻ എ. 79 ഓപ്ഷൻ ഡി. 80 ഓപ്ഷൻ എ ആണ്. 81 ഓപ്ഷൻ ഡി ലാസ്റ്റ്. 82 ഓപ്ഷൻ ബി ഹേർഡ് ഓഫ് കാറ്റിൽ. 83 ഓപ്ഷൻ ഡി ഓഫ് പോസ്റ്റ്പോൺ ഓഫ് ക്യാൻസർ. ഓക്കെ. 84 ഓപ്ഷൻ ബി രണ്ടാമത്തത്. 85 ഓപ്ഷൻ എ ആണ് മിസ്മാനേജ്. 86 ഓപ്ഷൻ എ. 87 ഓപ്ഷൻ ബി രണ്ടാമത്തത്. 88 ഓപ്ഷൻ ബി ഹെഡോണിസ്റ്റ് ആണ്. 89 ഓപ്ഷൻ എ ആണ്. 90 ഓപ്ഷൻ എ ആണ്. 91 ഓപ്ഷൻ ഡി ആണ്. 92 ഓപ്ഷൻ സി. 93 ഓപ്ഷൻ എ ആണ്. 94 ഓപ്ഷൻ സി. 95 ഓപ്ഷൻ എ. 96 ഓപ്ഷൻ ബി രണ്ടാമത്തത്. 97 ഓപ്ഷൻ എ ആണ്. 98 ഓപ്ഷൻ സി. 99 ഓപ്ഷൻ ഡി ആണ്. 100 ഓപ്ഷൻ സി ആണ്. ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് 50 ആണ്. 50 മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് ആണെങ്കിൽ അതിൽ കുറച്ചുകൂടെ മതിയായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.